ജർമ്മനിയിൽ അഭയാർത്ഥിയായി എത്തിയതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തി കത്തിയുമായി നഴ്സറി ഗ്രൂപ്പിനെതിരെ നടത്തിയ ആക്രമണത്തിൽ 2 വയസ്സുള്ള ഒരു കുഞ്ഞും 41കാരനും മരിച്ചു. കൊല്ലപ്പെട്ട കുട്ടി മൊറോക്കൻ വംശജയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ജർമ്മനിയിലെ ബവേറിയ പട്ടണമായ അഷാഫെൻബർഗിൽ ഇന്നലെ രാവിലെ 11:15ഓടെയായിരുന്നു സംഭവം. സംഭവ സ്ഥലത്തിന് തൊട്ടടുത്ത് വച്ച് 28കാരനായ ഒരു അഫ്ഗാൻ വംശജനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ഇയാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി ചില പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഭവ സ്ഥലത്തിന് ഏറെ ദൂരെയല്ലാതുള്ള ഒരു അഭയാർത്ഥി ക്യാമ്പിലാണ് ഇയാൾ താമസിക്കുന്നതെന്നും ഏനാമുള്ള എന്നാണ് ഇയാളുടെ പേരെന്നും റിപ്പോർട്ടുകളിലുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും ഇയാൾ മാനസികാസ്വസ്ഥതകൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ജർമ്മനിയിൽ തുടരാൻ കഴിഞ്ഞതെന്ന് അറിയണമെന്ന് ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾഫ് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ബന്ധപ്പെട്ടവർ ഉടനടി വിശദീകരിക്കണമെന്നും ചാൻസലർ പറഞ്ഞു. ഇയാൾ സ്വമേധയാ രാജ്യം വിട്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു എന്നും ഡിസംബർ 4-ന് അക്കാര്യം ഇയാൾ പറഞ്ഞതായും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ബവേറിയ ആഭ്യന്തരമന്ത്രി ജോയാഷിം ഹോർമാൻ പറഞ്ഞു. ഇതിനെ തുടർന്ന് ഇയാളുടെ അപേക്ഷയിന്മേലുള്ള നടപടികൾ ഡിസംബർ 11-ന് നിർത്തിവച്ചതായും ഇയാളോട് രാജ്യം വിട്ടുപോകാൻ ആവശ്യപ്പെട്ടതായും നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. 5 കൊച്ചുകുട്ടികൾ ഉൾപ്പെടുന്ന ഒരു ഡേ കെയർ ഗ്രൂപ്പിനെ ഇയാൾ പിന്തുടർന്നുവന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് മെയിൻ എക്കോ എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. 2 പേർ കൊല്ലപ്പെട്ടതായും മറ്റ് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്തിന് അടുത്ത് വെച്ച് തന്നെയാണ് അക്രമിയെ അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. മറ്റൊരാളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും അയാൾ കേസിൽ പ്രതിയല്ല എന്ന് പോലീസ് അറിയിച്ചു. ഇതുവരെയുള്ള അന്വേഷണത്തിൽ സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്ന് പോലീസ് പറഞ്ഞു. അഷാഫെൻബർഗ് ഡേ കെയർ സെന്ററിൽ നിന്നുള്ള അധ്യാപകർ 5 കുട്ടികളുമൊത്ത് ചെറിയൊരു യാത്രയ്ക്കായി ഷാൻഡാളിൽ എത്തുകയായിരുന്നുവെന്ന് മെയിനെക്കോ റിപ്പോർട്ട് ചെയ്യുന്നു. അക്രമി ഇവരെ പിന്തുടർന്നത് കണ്ട സംഘം ഷാൻഡാളിൽ നിന്ന് മടങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു ഇയാൾ ആക്രമണം നടത്തിയത്. പ്രധാനമായും ഇയാൾ കുട്ടികളെയായിരുന്നു ഉന്നം വെച്ചത്. യമൻ എക്കോ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരു അധ്യാപകൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അതേസമയം ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റിലുണ്ടായ ആക്രമണം വലിയ രീതിയിൽ തന്നെയാണ് വിമർശനങ്ങൾക്കെല്ലാം വഴിവെച്ചത്. എന്തായാലും ഇതിനെ ഇന്ത്യയും അപലപിച്ചിരുന്നു. ഭീകരവും വിവേകശൂന്യവുമായ ആക്രമണത്തെ അപലപിക്കുന്നുവെന്നും ഇരകൾക്കൊപ്പം ചേർന്നു നിൽക്കുന്നുവെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. കിഴക്കൻ ജർമ്മൻ പട്ടണമായ മാഗ്ഡർബർഗിലെ ക്രിസ്മസ് മാർക്കറ്റിലായിരുന്നു അന്ന് ആക്രമണം നടന്നത്. തിരക്കേറിയ മാർക്കറ്റിലേക്ക് അക്രമി കാർ ഓടിച്ചു കയറ്റുകയായിരുന്നു. ആക്രമണത്തിൽ 9 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 5 പേരായിരുന്നു മരിച്ചത്. 200-ലധികം പേർക്ക് അന്ന് പരിക്കേറ്റിരുന്നു. പരിക്കേറ്റവരിൽ 7 ഇന്ത്യക്കാരും ഉൾപ്പെട്ടിരുന്നു. ഇതിൽ നിരവധി പേരുടെ നില ഗുരുതരമായി തന്നെ തുടർന്ന അവസ്ഥയിലായിരുന്നു.